കടിക്ക് പറിക്കും. ഈ ഡോഗുടെ ഇടയിലാണ് നമ്മളുള്ളത്. ഇത് നമ്മൾ തിരിച്ചിട്ടോ അറിയത്തില്ല. രാജപ്പാളെ അറ്റാക്ക് ചെയ്തു, പിടിച്ചോ ഋഷി പിടിച്ചോ. മൊത്തം രാജപ്പാള ഡോഗുകളെ അഴിച്ചു വിട്ടേക്കാണ്. ഇവിടെ വീഡിയോ എടുക്കണമെങ്കിൽ ധൈര്യം ഉണ്ടാക്കി എറിയാൻ മതിയെന്നാ ഇത് ഋഷി പറഞ്ഞത്. എന്തായാലും നമ്മളെ കടി കിട്ടിയാലും വീഡിയോ എടുത്തിട്ടേ പോകത്തുള്ളൂ ഇവിടുന്ന്. കഷ്ടിച്ച് 1 മാസം പ്രായമുള്ള റോയൽ രാജപാളയം, രാജകീയ രാജപാളയം എന്ന ബ്രീഡിലെ പപ്പികളാണിവ. നോക്കൂ, ഇത് നല്ല 100% ഒറിജിനലായിട്ടുള്ള ഏറ്റവും മുന്തിയ ലിനിയേജിലുള്ള രാജപാളയമാണ്. രാജപാളയത്തെ വളർത്തുന്നതിൻ്റെ ഒരു പ്രത്യേക കാരണം എന്ന് വെച്ചാൽ ഇത് ഡിസീസ് റെസിസ്റ്റൻസ് ഉള്ള ഡോഗാണ്. അധികം രോഗങ്ങളൊന്നും വരില്ല. അതുപോലെ കാവലിന് നല്ലതാണ്. നമ്മളോട് നല്ല കെയറിങ് ഉള്ള ഡോഗാണ്. കൊച്ചു കുട്ടികൾക്ക് പോലും കൈകാര്യം ചെയ്യാനൊക്കും. കള്ളന്മാരൊന്നും വീട്ടിൽ വരില്ല. അതുപോലെ പാമ്പുകൾ, ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നമാണല്ലോ പാമ്പ് ശല്യം. പാമ്പ് ശല്യത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് ഇൻഡിജീനിയസ് ഡോഗ് ബ്രീഡായ രാജപാളയം. എവിടെ പാമ്പുണ്ടെങ്കിലും ഇത് തുരന്ന് പോയി പിടിച്ച് അതിനെ കൊന്നുകളയും. അപ്പോൾ രാജപാളയം പാമ്പ് ശല്യത്തിൽ നിന്ന്, പാമ്പ് ഭീഷണിയുള്ള സ്ഥലങ്ങളിലെല്ലാം രാജപാളയത്തെ വളർത്തിയാൽ, ഫോറിൻ ഡോഗ്സ് ഒന്നും അങ്ങനെ അത്രത്തോളം പാമ്പുകളെ പിടിക്കത്തില്ല. പക്ഷേ ഇൻഡിജീനിയസ് ഡോഗ് ബ്രീഡായിട്ടുള്ള രാജപാളയം ഇത് വേട്ടപ്പട്ടിയാണ്. ഒരു പാമ്പിനെ കണ്ടാൽ പുറകെ നടന്ന് വേട്ടയാടി പിടിച്ച് കൊന്നുകളയും. അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവം രാജപാളയത്തിനുണ്ട്. അപ്പോൾ ഇന്ന് കേരളം ഏറ്റവും പാമ്പ് ഭീഷണി നിൽക്കുമ്പം ഏറ്റവും നല്ലൊരു അതിൻ്റെ ഒരു പരിഹാര മാർഗ്ഗമാണ് പൂച്ചകളെ വളർത്തുന്നതും ഈ രാജപാളയം പോലെയുള്ള ഇൻഡിജീനിയസ് ഡോഗ് ബ്രീഡുകളെ വളർത്തുന്നതും. ഇതെൻ്റെ മകൻ നിരഞ്ജനാണ് കേട്ടോ. നിരഞ്ജന് മൊബൈൽ അഡിക്ഷൻ ഇല്ല. ഇന്ന് ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്ന ആൽക്കഹോളിനേക്കാൾ വലിയ MDMA വലിയ ലഹരി എന്ന് പറയുന്നത് മൊബൈൽ അഡിക്ഷനാണ്, മൊബൈൽ ലഹരിയാണ്. സ്ക്രീൻ ടൈം കുട്ടികളുടെ കൂടുന്നതനുസരിച്ചുള്ള പ്രശ്നങ്ങൾ. അതിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കാനുള്ള ഏറ്റവും നല്ല വഴി അവർക്കൊരു പെറ്റിനെ സമ്മാനമായി കൊടുക്കുക എന്നുള്ളതാണ്. നിരഞ്ജനാണ് ഇതിനെയെല്ലാം നോക്കുന്നത്. അപ്പോൾ രാജപാളയം എന്ന് പറഞ്ഞാൽ വളരെ കെയറിങ് ഉള്ള, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു ബ്രീഡാണ് രാജപാളയം. കാണാൻ വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഡോഗ് ബ്രീഡ്സ് ഇൻ ദ വേൾഡ്. അപ്പോൾ അതുമാത്രമല്ല, രോഗങ്ങളൊന്നും വരാത്തതുകൊണ്ട് നമുക്ക് എപ്പോഴും വെറ്റിനറി ഡോക്ടർമാരുടെ അടുത്ത് ഈ ഫോറിൻ ബ്രീഡ്സിനെ കൊണ്ട് കൊണ്ടു നടക്കാനേ പലപ്പോഴും നേരമുള്ളൂ. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും രാജപാളയം ഡോഗ് ബ്രീഡ്സിനില്ല. അതുമാത്രമല്ല 13-14 വർഷം വരെ ജീവിച്ചിരിക്കും, ലോങ് ലൈഫ് സ്പാൻ ഉണ്ട്. അങ്ങനെയെല്ലാം നോക്കുമ്പോൾ രാജപാളയത്തെ വളർത്താനും നമുക്ക് വീട്ടിലെ ഭക്ഷണം തന്നെ കൊടുത്ത് വളർത്താൻ സാധിക്കും. പിന്നെ ഒരു കള്ളനും ഓടി ഇതിൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാനൊക്കത്തില്ല. പുലിയുടെ വേഗത്തിൽ ഓടുന്ന നായയാണ് രാജപാളയം എന്ന് പറയുന്നത്. അതിനെ ഓടി തോൽപ്പിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. 2005 ഇന്ത്യൻ തപാൽ വകുപ്പ് ഇൻഡിജീനിയസ് ഡോഗ് ബ്രീഡിൻ്റെ ഹെറിറ്റേജ് ലോകത്തെ അറിയിക്കാൻ വേണ്ടി 2005 15 രൂപയുടെ തപാൽ സ്റ്റാമ്പാക്കി രാജപാളയത്തെ ആദരിച്ചിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തന്നെ പങ്കുള്ള ഒരു ഡോഗ് ബ്രീഡാണ്. ബ്രിട്ടീഷുകാരുടെ കുതിരപ്പട്ടാളത്തെ തകർത്ത ഡോഗ് ബ്രീഡാണ് രാജപാളയം. ടിപ്പു സുൽത്താൻ്റെ കോട്ടയുടെ കാവൽക്കാരായിരുന്നു രാജപാളയം. അങ്ങനെയെല്ലാം ഒത്തിരി പ്രത്യേകതകളുള്ള പോളിഗർ ഹൗണ്ടെന്നും ഇതിന് പറയാറുണ്ട്, ഇന്ത്യൻ ഗോസ്റ്റ് ഹൗണ്ടെന്ന് പറയാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രത്യേകതകളുണ്ട്. 2020 നരേന്ദ്രമോദിജി മൻ കി ബാത്ത് എന്ന അദ്ദേഹത്തിൻ്റെ റേഡിയോ ടോക്കിൽ രാജപാളയത്തെക്കുറിച്ച് പ്രത്യേകം പ്രശംസിച്ച് പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ BSFലും ഇന്ത്യൻ ആർമിയിലും ഇന്ത്യൻ പോലീസ് ഫോഴ്സിലും അതുപോലെ നമ്മുടെ കടാവറായിട്ട്, അതായത് ഡെഡ് ബോഡികൾ നോക്കി കണ്ടുപിടിച്ചെടുത്തുകൊണ്ട് വരുന്ന കടാവർ സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള ഡോഗുകളുടെ കൂട്ടത്തിലും ഏറ്റവും കൂടുതൽ ഇപ്പോൾ രാജപാളയത്തെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഒത്തിരി പ്രത്യേകതയുള്ള ഡോഗ് ബ്രീഡാണ് രാജപാളയം എന്ന് പറയുന്ന ബ്രീഡ് ഒറിജിനേറ്റ് ചെയ്തത് തമിഴ്നാട്ടിലെ വിരുദുനഗർ എന്ന് പറയുന്ന ജില്ലയിൽ നിന്നാണ്. വിരുദുനഗർ ഇപ്പോൾ വളരെ പ്രശസ്തമായിട്ടുണ്ട്. ഈയിടയ്ക്ക് ഒരു വെടിക്കെട്ട് ഫാക്ടറിയിൽ, അതായത് പടക്ക ഫാക്ടറിയിൽ തീ പിടിച്ച് ഒരുപാട് പേര് മരിച്ചതുമായി ബന്ധപ്പെട്ട് വിരുദുനഗർ ഒരുപാട് പ്രശസ്തമായ ജില്ലയാണ്. തമിഴ്നാട്ടിലെ 38 ജില്ലകളിൽ വിഖ്യാതമായൊരു ജില്ലയാണ് വിരുദുനഗർ. ആ വിരുദുനഗറിലെ രാജപാളയം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് രാജപാളയം ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും മികച്ച പേരൻറ് സ്റ്റോക്കാണുള്ളത്. നമ്മൾ DNA ടെസ്റ്റ് വരെ നടത്തിയിട്ട് കൃത്യമായ ലിനിയേജ്, ഏറ്റവും മുന്തിയ ബ്ലഡ് ലൈനാണെന്ന് തിരിച്ചറിഞ്ഞ് ഏറ്റവും ഒറിജിനലായിട്ടുള്ള 100% ഒറിജിനലായിട്ടുള്ള രാജപാളയം പേരൻറ് സ്റ്റോക്കാണ് നമുക്കുള്ളത്. നമ്മുടെ പേരൻറ് സ്റ്റോക്ക് എല്ലാം KCI സർട്ടിഫൈഡ് ആണ്. KCI സർട്ടിഫൈഡ് ആയിട്ടുള്ള പേരൻറ് സ്റ്റോക്കിൻ്റെ കുഞ്ഞുങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ രാജപാളയത്തിൻ്റെ ഏറ്റവും കൃത്യതയുള്ള, ഏറ്റവും മികച്ച മുന്തിയ ഇനം പപ്പികളെ ആണ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നത്. നമ്മുടെ ഹരിതാശ്രമം എന്ന് പറയുന്നത് ഒരു പാരിസ്ഥിതിക ഗുരുകുലമാണ്. സെലിബ്രേറ്റ് ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യത്തെ ആഘോഷമാക്കൂ എന്നുള്ള ആപ്തവാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഒരു പാരിസ്ഥിതിക ഗുരുകുലമാണ്, പാരിസ്ഥിതിക ഗവേഷണ കേന്ദ്രമാണ്, ജൈവ വൈവിധ്യ പഠന കേന്ദ്രമാണ് ഹരിതാശ്രമം. ഹരിതാശ്രമത്തിൻ്റെ സേവ് രാജപാളയം എന്ന പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വംശനാശം വന്നിട്ടുള്ള ഏറ്റവും മികച്ച ബ്രീഡുകളെയൊക്കെ
സംരക്ഷിച്ച് നിർത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. 2005 സത്യം പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ് തപാൽ സ്റ്റാമ്പ് ആക്കിയത് മുതലാണ് രാജപാളയം ബ്രീഡിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ അറിയുന്നത്. അപ്പോൾ രാജപാളയം ബ്രീഡിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ അതിനെ നമുക്ക് വളർത്തണമെന്ന് തോന്നി. അങ്ങനെയാണ് പിന്നീട് രാജപാളയത്തെ വാങ്ങിക്കുന്നതും അതിനെ പോപ്പുലറൈസ് ചെയ്യുന്നതും ഒരുപാട് വേദികളിൽ നമ്മൾ ഈ രാജപാളയത്തെക്കുറിച്ച് സംസാരിച്ചുമൊക്കെ ഈ രാജപാളയം ബ്രീഡിൻ്റെ ഗുണമഹിമ നമ്മൾ പറഞ്ഞ് പ്രചരിപ്പിച്ചത്. ഇപ്പോൾ കേരളത്തിൽ ഭയങ്കര ചൂടല്ലേ, ഇത്രയും ഭയങ്കര ചൂടുള്ളപ്പോൾ ജർമ്മൻ ഷെപ്പേർഡ് റോഡ് വെയിലർ ഇതൊക്കെ വലിയ രീതിയിൽ അവശത അനുഭവിക്കുകയാണ്. കാര്യം ഇത്രയും ചൂടുള്ളപ്പോൾ ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്ന ചൂട് കാരണം പലതിനും ഹാർട്ട് അറ്റാക്ക് വന്ന് ഫോറിൻ ബീഡ്സ് ചത്തുപോവുകയാണ്. പക്ഷേ രാജപാളയത്തിനെന്ന് പറയുന്നത് ചൂട് എത്ര കൂടിയാലും ഒരു പ്രശ്നവുമില്ല. തമിഴ്നാട്ടിലെ ഉഷ്ണമേഖലയിൽ നിന്നുള്ള ഡോഗ് ബ്രീഡാണ്. അതുകൊണ്ട് ഇതിന് ഏത് കാലാവസ്ഥ, ഏത് ഇന്ത്യൻ കാലാവസ്ഥയും തരണം ചെയ്യാൻ കഴിയും. അതുതന്നെയാണ് ഇതിൻ്റെ വേറൊരു മെച്ചമെന്ന് പറയുന്നത്. അപ്പോൾ പാമ്പിനെ പിടിക്കാൻ, ഇഴജന്തുക്കളെ പിടിക്കാൻ ഏറ്റവും നല്ലൊരു ഡോഗ് ബ്രീഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് രാജപാളയമാണ്. അതുപോലെ പന്നി വേട്ടക്കാരാണ്. കാട്ടുപന്നി എവിടെയുണ്ടെങ്കിലും ഇത് ഓടിച്ചിട്ട് പിടിക്കും. പന്നിക്ക് ഓടി രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട, ഓടിച്ചു കളയും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കൃഷിക്കാരുടെ സംരക്ഷകനായിട്ടുള്ള ഡോഗ് ബ്രീഡാണ് രാജപാളയം. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിജി അദ്ദേഹത്തിൻ്റെ മൻ കി ബാത്തിൽ പറഞ്ഞത്, എന്തിനാണ് ഈ ഫോറിൻ ഡോഗ്സിൻ്റെ പുറകെ പോകുന്നത്, ഇത്രയും നല്ല ഇന്ത്യൻ ബ്രീഡ്സ് ഉണ്ടല്ലോ എന്നാണ് മൻ കി ബാത്ത് അദ്ദേഹത്തിൻ്റെ റേഡിയോ ടോക്കിൽ അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത് ഒക്കെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് അസുഖങ്ങൾ അധികം വരാത്ത ഡോഗ് ബ്രീഡുകളെ വളർത്തുന്നതാണ് എപ്പോഴും നല്ലത്. അതുപോലെ മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവാണ്. പിന്നെ എന്നും കുളിപ്പിക്കണ്ട, മാസത്തിൽ ഒരു തവണയെങ്ങാനും കുളിപ്പിച്ചാൽ മതി. അത് ഇത് തന്നെ ഏറ്റവും വൃത്തിയായും ശുദ്ധിയായും ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഡോഗ് ബ്രീഡാണ് രാജപാളയം. അപ്പോൾ അതൊക്കെയാണ് രാജപാളയത്തിൻ്റെ എടുത്തു പറയാവുന്ന പ്രത്യേകതകൾ. അപ്പോൾ നമ്മളിത് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരറിവും ചെറുതല്ല. ഇപ്പോൾ ലോകത്തെ ഏറ്റവും ചെറിയ ഡോഗ് ബ്രീഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഷിവാവയാണ്, മെക്സിക്കൻ ഷിവാവയാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഡോഗ് ബ്രീഡാണ്. പക്ഷേ ലോകത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡോഗ് ബ്രീഡുകളിൽ ഒന്നിൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും പറയുന്ന പേര് രാജപാളയം തന്നെയാണ്. എനിക്ക് ഹസ്കിയൊക്കെ ഇഷ്ടമാണ്, പക്ഷേ ഇന്ത്യൻ കാലാവസ്ഥയിൽ ഹസ്കി അത്ര വിജയകരമല്ല. ഹസ്കിയെ വളർത്താമെന്നേ ഉള്ളൂ, പക്ഷേ അത് കാവലിനൊന്നും ഹസ്കി ഒക്കില്ല, ഒരു പെറ്റായിട്ട് വളർത്താം. പക്ഷേ രാജപാളയം അത് സൗന്ദര്യമുള്ള ഡോഗ് ബ്രീഡാണ്. അതോടൊപ്പം കാവലിനും നമ്മളെ കരുതുന്നതിനും കെയർ ചെയ്യുന്നതിനും ഒക്കെ ഏറ്റവും മികച്ച ബുദ്ധിയുള്ള, ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, ഏറ്റവും വേഗതയേറിയ ഓട്ടക്കാരനായിട്ടുള്ള, പുലിയെ വെല്ലുന്ന വേഗതയുള്ള ഡോഗ് ബ്രീഡാണ് രാജപാളയം. പിന്നെ ഒരു നെഗറ്റീവ് ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ അതും പറയണമല്ലോ. 3 സെൻറ്റ് 4 സെൻറ്റ് സ്ഥലമുള്ളവർക്ക്, ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് രാജപാളയത്തെ വേണമെന്ന് പറഞ്ഞാൽ നമുക്കത് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാര്യം ഇതിന് കുറച്ച് സ്ഥലത്ത് ഓടി നടക്കണം, അതിന് എക്സസൈസ് വേണം. അപ്പോൾ അങ്ങനത്തെ ഒരു ഡോഗ് ബ്രീഡാണ്. അതുകൊണ്ട് ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് മാത്രം പറ്റിയ ഡോഗ് ബ്രീഡല്ല രാജപാളയം. അല്ലാതെ തോട്ടങ്ങളും വീടിനും ഒക്കെ കാവലായിട്ട് ഏറ്റവും നല്ല ഡോഗ് ബ്രീഡ് രാജപാളയം തന്നെയാണ്.